തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുന്നു സംസ്ഥാനം. പ്രത്യേകിച്ച് പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലേക്ക് പേര് നേടിയ കിഴക്കമ്പലത്ത് 2020 ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് അവർ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലേക്ക് അടക്കം മത്സരരംഗത്തേക്ക് അവർ കടന്നു വരികയാണ്. നമുക്കൊപ്പം ശ്രീ സാബു ജേക്കബ് ചേരുന്നു, 2020യുടെ അമരക്കാരൻ. കൂടുതൽ ഇടങ്ങളിലേക്ക് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു സ്ട്രാറ്റജി? ഞങ്ങൾ 2015 ആദ്യമായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരിച്ചു. 19 സീറ്റുകളിൽ 17 സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കേണ്ടായത്. അങ്ങനെ 5 വർഷം പൂർത്തിയാക്കി 2020 ഞങ്ങൾ സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ കൂടി മത്സരിച്ചു. അന്ന് 91 സീറ്റുകൾ മത്സരിച്ചു. ബ്ലോക്ക് സീറ്റുകളടക്കം ജില്ലാ പഞ്ചായത്ത് അടക്കം എല്ലാ സീറ്റുകളിലും എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ വിജയിച്ചു. ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണത്. ഇപ്പോൾ വലിയൊരു ഭരണം പൂർത്തിയാക്കി ഈ 2020യുടെ സേവനങ്ങൾ കേരളമൊട്ടാകെ വ്യാപിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ 9 ജില്ലകളിലായിട്ട് 60 പഞ്ചായത്തുകളാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചിൻ കോർപ്പറേഷൻ. വെള്ളക്കെട്ടായിക്കോട്ടെ, കൊതുക് ശല്യമായിക്കോട്ടെ, മാലിന്യമായിക്കോട്ടെ, ബ്രഹ്മപുരമായിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി വന്നെങ്കിലും ഒരു പരിഹാരവും ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട്. കാരണം വലിയ ഇത്രയും വരുമാനമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. അപ്പം അതുകൊണ്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കണം, ആ കൊച്ചിയെ രക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ സീറ്റുകളും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന തൃപ്പൂണിത്തറ, മരട്, തൃക്കാക്കര, ആലുവ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പിറവം മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്തിമമായിട്ട് തീരുമാനിച്ചിട്ടില്ല. പിറവം മത്സരിക്കുകയാണെങ്കിൽ 5 മുനിസിപ്പാലിറ്റികൾ, ഒരു കോർപ്പറേഷൻ, 60 പഞ്ചായത്തുകൾ, അതായിരിക്കും ഞങ്ങൾ മത്സരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനം അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇത്രത്തോളം ഇടങ്ങളിൽ മത്സരിക്കാൻ സാധ്യമാകുന്ന സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു 2020 അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഇത്ര ഇടങ്ങളിലേക്ക് മത്സരിക്കുന്നത് സാധ്യമാണോ? ഞങ്ങൾ 15 ഈ പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വാർഡ് കമ്മിറ്റി പോലും ഉണ്ടായിരുന്നില്ല. 2020 ഞങ്ങൾ 5 പഞ്ചായത്തുകൾ മത്സരിക്കുമ്പോൾ ഈ സമീപ പഞ്ചായത്തുകൾ, കിഴക്കമ്പലത്ത് വാർഡ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, സമീപ പഞ്ചായത്തുകൾ ഒരു പ്രവർത്തകൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ മത്സരിച്ചു, സ്ഥാനാർത്ഥികൾ നിർത്തി വിജയിച്ചു എന്നുള്ളതാണത്. 2021 ഞങ്ങൾ 8 നിയോജക മണ്ഡലത്തിലേക്ക് ഞങ്ങൾ മത്സരിച്ചിരുന്നു. അന്നും ഈ പറയുന്ന കുന്നത്തുനാട് ഒഴിച്ച് മറ്റ് 7 നിയോജക മണ്ഡലത്തിലെ ഒരു പ്രവർത്തകൻ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾ 15% വോട്ട് നേടിയെന്നുള്ളതാണ്. അത് 3 ദേശീയ മുന്നണികൾ 26 രാഷ്ട്രീയ പാർട്ടികളോട് ഏറ്റുമുട്ടി 15% വോട്ട് നേടി. 5 സ്ഥലത്ത് ഞങ്ങൾ NDA പോലും 4ാം സ്ഥാനത്തേക്ക് വിട്ട് 3ാം സ്ഥാനത്ത് എത്തിയെന്നുള്ളതാണത്. ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിൽ 12 ജില്ലകളിലും പാർട്ടിയുടെ കമ്മിറ്റികളും സംവിധാനങ്ങളും ഉണ്ട്. അതിൽ 9 ജില്ലകളിൽ കമ്മിറ്റികൾ, സംവിധാനങ്ങൾ പൂർണ്ണമാണത്. ഇപ്പം ഞങ്ങൾ മത്സരിക്കുന്ന ഈ 60 പഞ്ചായത്തുകളും കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ സംവിധാനം 100% ഉള്ള പ്രദേശങ്ങളാണത്. അപ്പോൾ 2015-ലും 20-ലും 21-ലും മത്സരിച്ച ഒരു സാഹചര്യമല്ല ഇന്ന് 2020യുടെ. ഇന്നൊരു സംസ്ഥാന പാർട്ടിയായിട്ട് സംസ്ഥാന ഘടകവും സംസ്ഥാന നേതാക്കളും എല്ലാ ജില്ലയിലും ഓഫീസുകളും, മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും നിയോജകമണ്ഡലങ്ങളിൽ തന്നെ ഓഫീസുകൾ ഞങ്ങൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മത്സരത്തിന് ഒരുങ്ങുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കൺവെൻഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമായിട്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ നേരിടുന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് NDA മാറ്റി നിർത്തുന്നു എന്നുള്ളത്? അതൊരു എങ്ങനെയാണ് ഒത്തുപോകുന്നത്? സ്ട്രാറ്റജി എന്താണ്? അല്ല, ഇവിടുത്തെ CPMകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് 2020 ഒരു ഈർക്കിളി പാർട്ടിയാണെന്നാണ്. എന്നാൽ ഇന്ന് ത്രിതല പഞ്ചായത്തിലായിക്കോട്ടെ, നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴും ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഈ പറയുന്ന ഈർക്കിളി പാർട്ടിയെ തന്നെയാണത്. കാരണം വിജയങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. അത് പണ്ടത്തെ ചരിത്രമാണ്, ഇപ്പോൾ അതല്ല. അപ്പോൾ ഇവിടെ ഈ കേരളത്തിനെ സംബന്ധിച്ച് NDA എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല.
പ്രത്യേകിച്ച് ഞങ്ങൾ മത്സരിക്കുന്ന മേഖലകളിലൊക്കെ ഒരു വാർഡിൽ 10 വോട്ട് അല്ലെങ്കിൽ 15 വോട്ടിൽ കൂടുതലൊന്നും കിട്ടാറില്ല. അവർ പിക്ചറിലേ വരുന്നില്ല. ഇനിയിപ്പോൾ അവരെയൊക്കെ സ്ഥാനാർത്ഥികളെ തന്നെ കിട്ടാൻ ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ അത് പിക്ചറിൽ വരുന്നില്ല. പക്ഷേ അതേ സമയത്ത് 20 ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ തന്നെ ഒരേ സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഫ്ലെക്സുകൾ വെച്ചവരവർ. പല സ്ഥലങ്ങളിലും ഒരേ സ്ഥാനാർത്ഥി, അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥി. അപ്പോൾ ഇത്തവണ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് 2020 നേരിടണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവര് ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഒന്നിച്ചു നിന്ന് ഞങ്ങളെ നേരിടാനാണത്. അപ്പോൾ അത് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിൽ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ചിലപ്പോൾ ഒരു 25 കിലോമീറ്റർ 30 കിലോമീറ്റർ അകലെ നിന്ന് ആ വാർഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിചയമില്ലാത്ത ആളെ കൊണ്ടു നിർത്തും പേരിന് വേണ്ടിയിട്ട്. അങ്ങനെ മത്സരത്തെ ഇറക്കും. എന്നിട്ട് ഒരു ഫ്ലെക്സ് പോലും അടിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും UDF കാരെയാണെന്നുണ്ടെങ്കിൽ അവർ LDF വോട്ട് ചെയ്യും, LDF കാരെയാണ് UDF വോട്ട് ചെയ്യും. അപ്പോൾ അന്തിമമായിട്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2020 പരാജയപ്പെടുത്തുക. 2020 ഇതുപോലെ മുന്നോട്ട് വിടാൻ പാടില്ല. അതാണ് ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം. എന്നാലും ഒരു പറച്ചില് ഈ NDAയുടെ പ്രത്യേകിച്ച് BJPയുടെ ഒരു മൃദു സമീപനം 2020 ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന NDA എന്ന് പറയുന്നത് ഒരു പ്രസക്തിയേ അല്ല. ഇപ്പൊ കുന്നത്തനാടിൽ തന്നെ എനിക്കറിയില്ല എത്ര സ്ഥലത്ത് അവർ മത്സരിക്കുന്നുള്ളത്. ഇപ്പൊ അതിലെ ചരിത്രം ഞങ്ങൾ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് BJPയുടെ കാൻഡിഡേറ്റ്സ് 10, 15, 25 വോട്ടിൽ കൂടുതൽ നേടിയിട്ടില്ല എന്നുള്ളതാണത്. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇപ്പൊ കുന്നത്തനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഘടന പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു എതിരാളിയായിട്ടോ ഞങ്ങൾക്കൊരു ശത്രുവായിട്ടോ ഇന്ന് പിക്ചറിൽ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം പ്രസക്തിയുള്ള ഒരു പാർട്ടിയെ പറ്റി, അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലില്ല. ഞാനെന്തിനാ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുമായിട്ട് മത്സരത്തിന് ഏറ്റുമുട്ടുന്ന ആരാണോ അവരെ പറ്റി, അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി ആക്ഷേപം ഉന്നർത്തുന്ന ആരാണോ അവരെ പറ്റി ഞങ്ങൾ സംസാരിക്കുക. ഈ കോർപ്പറേഷനിൽ ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് ഒരു 3 സീറ്റിന്റെ ഒരു ബലാബലത്തിലാണ് LDF നിൽക്കുന്നത്. 2020 എങ്ങനെ കണക്ക് കൂട്ടുന്നത്? അതൊരു ഒരു നിർണായക ശക്തിയോ അല്ലെങ്കിൽ ആരാണ് ഭരിക്കുന്നതെന്ന് ഒരുപക്ഷെ 2020 ആയിരിക്കും തീരുമാനിക്കുക. ആ രീതിയിലാണോ? ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലത്തെല്ലാം ഇതിലിപ്പോ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോ LDFന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യാനായിട്ട് നിർബന്ധിതമായിട്ടിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷനില്ല. ഈ LDFന് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ UDFന് ഇഷ്ടപ്പെട്ടിട്ടോ അല്ല അവർ വോട്ട് ചെയ്യുന്നത്, നിവൃത്തികേട് കൊണ്ട് വോട്ട് ചെയ്യുന്നതാണത്. ഇപ്പൊ 2020 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഇപ്പൊ കൊച്ചിയിലായിക്കോട്ടെ ഏത് പഞ്ചായത്തുകളിലായിക്കോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിർണായക ഘടകം എന്നുള്ളതല്ല. ഞങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തനിയെ നിന്ന് ഭരിക്കാനായുള്ള ഭൂരിപക്ഷം കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സീറ്റിലും ജയിക്കില്ല. 2020യുടെ സാഹചര്യം അതാണത്. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയല്ല. കാരണം ജനം തീരുമാനിക്കുകയാണ് അഴിമതിയില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പാർട്ടിയെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൂത്തുവാരും. അപ്പം അവിടെ തീർച്ചയായിട്ടും ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ വെങ്ങോല പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരിച്ചത് 11 സീറ്റുകളിലാണ്. അവിടെ 24 സീറ്റുകളിൽ 11 സീറ്റുകൾ മത്സരിച്ചു, 9 സീറ്റുകളും നമ്മൾ വിജയിച്ചു. ഏറ്റവും വലിയ കക്ഷി ഞങ്ങളായിരുന്നു. ഞങ്ങൾ LDFനും പിന്തുണ കൊടുത്തില്ല, UDFനും പിന്തുണ കൊടുത്തില്ല. അവിടെ LDF ഭരിച്ചു, UDF മൗനമായിട്ട് നിന്നു. അവിടെ അങ്ങനെയാണ് നടന്നത്. അതുപോലെ വാഴക്കുളം ബ്ലോക്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പിന്തുണ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഭരിക്കാമായിരുന്നു. അപ്പം ഞങ്ങൾ UDFോ LDFോ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തെ ചൂഷണം ചെയ്യാനായിട്ടുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഞങ്ങൾ നിൽക്കില്ല. മറ്റൊന്ന് MLAയുമായിട്ട് നടക്കുന്ന ഈ ഒരു വാക്പോരും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അത് ഇപ്പോൾ വീണ്ടും അത് ശ്രദ്ധയിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഇലക്ഷന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റായിട്ട് സമീപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതിനെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം അത് നിരാകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആ വാദങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ എന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ രാഷ്ട്രീയം എൻ്റെ ഒരു മുഴുവൻ സമയം തൊഴിലല്ല. ഞാൻ എൻ്റെ ബിസിനസ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ രാഷ്ട്രീയത്തിന് ചിലവാക്കുന്നത്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. അത് പറയുന്നതിന് അവർക്ക് അത്രമാത്രം തൊലിക്കട്ടിയുണ്ട്. നമുക്ക് പല നേതാക്കന്മാരും എടുത്തിരിക്കുന്ന നിലപാടുകൾ നോക്കിയാൽ അറിയാം. ഇന്നെടുക്കുന്ന നിലപാടല്ല നാളെ,
അപ്പോൾ ആൾക്കാരം നോക്കിയിട്ട് നിലപാടുകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കും. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാതെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയൂ. ഇതുവരെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിലും അങ്ങനെ തന്നെയാണത്. ഇപ്പം ഇതിലൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഞാനും ഈ പറയുന്ന ശ്രീനിജൻ MLA-യുമായിട്ട് ഞങ്ങൾ ബിസിനസ് പങ്കാളികളൊന്നുമല്ല, ഞങ്ങൾ സുഹൃത്തുക്കളുമല്ല. പുള്ളി 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നത് എന്തിനാണ്? കല്യാണം വിളിക്കാൻ വന്നതല്ല. അപ്പോൾ അദ്ദേഹം വന്നത് എന്തിനാണത്? ഒരു പ്രാവശ്യം വന്നത് സീറ്റ് ചോദിക്കാനും 2ാമത്തെ പ്രാവശ്യം അനുഗ്രഹം മേടിക്കാനാണ് വന്നത്. അതൊരു യാഥാർത്ഥ്യമാണ് അതിനകത്ത്. അപ്പോൾ അത് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ടുവന്നൊരു നുണപരിശോധന നടത്തിയാൽ ഇതൊക്കെ പറയും. ഇപ്പോൾ പുള്ളി തിരിച്ച് പറയും ചിലപ്പോൾ എന്നെയാണ് കൊണ്ടുവന്ന് പരിശോധിക്കേണ്ടതെന്നുള്ളത്. എനിക്കത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. MLA-യുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തെരഞ്ഞെടുപ്പല്ല. അതല്ല ജനങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾ ഭരിച്ച പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശികമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് വെറുതെ പടച്ചുവിട്ട ഒരു സംഗതിയല്ല അത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് പഴയൊരു കാര്യം ഓർത്തു അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ കവിഞ്ഞ് അതിനകത്ത് അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വോട്ട് കൂടുതൽ കിട്ടാനോ എൻ്റെ വോട്ടുകൾ കുറയാനോ സംഭവിക്കുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. പല വേദികളിൽ ചർച്ചകൾക്ക് തയ്യാറാണ്. പ്രത്യേകിച്ച് കിഴക്കമ്പലത്തിന്റെ അടക്കം വികസന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തുറന്ന സമൂഹ മാധ്യമങ്ങളിലാണ് പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടും 2 തവണയോളം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊതുവെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു പരാതിയാണ് പറയുന്നത്. അങ്ങനെ ഒരു ജനപ്രതിനിധി അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? ഇതിൽ 2 കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ ഒരു ജനപ്രതിനിധിയെ നമ്മൾ മാറ്റി നിർത്തി. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട യോഗ്യതകളുണ്ട്. അവൻ സത്യസന്ധനായിരിക്കണം, അഴിമതിയില്ലാത്തവനായിരിക്കണം, സുതാര്യമായിരിക്കണം, നാടിനോടും ജനങ്ങളോടും കടപ്പെട്ടവനായിരിക്കണം. അപ്പോൾ ഈ ജനപ്രതിനിധി ആയതുകൊണ്ട് അവനെ ബഹുമാനിക്കണമെങ്കിൽ, ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഈ വക ക്വാളിറ്റികൾ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തിയല്ല അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം പല വേദികളിലും വന്നിട്ട് എന്നോട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിയിക്കാൻ ഇതുണ്ടോ, ഞാൻ തയ്യാറാണ്. ഞാൻ എന്തിനാണ് ശ്രീനിജനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്? എന്താ അതിൻ്റെ ആവശ്യം എനിക്ക്? ഞാൻ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ജനങ്ങളോടാണത്, ഈ നാടിനോടാണത്. അത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നുള്ളത് ജനങ്ങൾ പറയും. അല്ലാതെ ഇയാളെപ്പോലെയുള്ള ആളുകളെ ഞാൻ എന്തിനു ബോധ്യപ്പെടുത്തണോ? അതിൻ്റെ ആവശ്യം എന്താണത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ, നാടിൻ്റെ വികസനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ആയിക്കോട്ടെ, അത് അയാളുടെ വ്യൂ ആണത്. അയാൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും എനിക്കില്ല. പിന്നെ ഇയാളുടെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നു നമുക്ക് ഏത് വേദിയിലും നമ്മൾ തയ്യാറാണെന്ന്. ഇയാൾ ഒരു ചാനൽ ചർച്ചയിൽ പോലും ഞാൻ പറയുന്നത് എന്താണ്, അങ്ങേരുണ്ടെങ്കിൽ ഞാനില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം കേസെടുക്കുന്ന ഒരു വ്യക്തിയെ പുള്ളി. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ മുഖം കാണരുത് എന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങേരുടെയാണ്. അതെനിക്ക് വ്യക്തിപരമായുള്ള വിരോധം കൊണ്ടല്ല, അങ്ങേര് ചെയ്യുന്ന ഈ നാടിനോട് ചെയ്യുന്ന ദുഷ്ടതകൾ കൊണ്ടാണ്. ഇത് 140 MLA-കളിൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു MLA ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം അതായിരിക്കും. കാരണം ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ 1% പോലും നന്ദിയില്ലാത്ത, കടപ്പാടില്ലാത്ത ഒരു MLA. ഇപ്പം ഇതിനു മുമ്പ് രാഷ്ട്രീയമാണെങ്കിൽ ശ്രീനിജൻ ഉണ്ടായിരുന്നു, അതല്ല ശ്രീനിജനല്ല, സജീന്ദ്രൻ MLA ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എത്രയോ റോഡ് വർക്കുകൾ, ഇപ്പോൾ കിഴക്കമ്പലം ബുക്കാട്ടുപടി റോഡ്, അദ്ദേഹം ഞങ്ങളെ തന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇത് 2020 എടുത്ത് നടത്തിയാൽ നല്ല രീതിയിൽ നടക്കും. അത് രാജ്യസ്നേഹമാണ് കാണിക്കുന്നത്, നാടിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ MLA പറയുന്നു, ഇത് 2020 എടുത്ത് നടത്തിയാൽ അഴിമതിയില്ലാതെ നടക്കുമെന്ന് ആ MLA-ക്ക് തന്നെ വിശ്വാസമുണ്ടത്. അങ്ങനെ പല റോഡുകളും ഞങ്ങൾ എടുക്കണമെന്ന് നിർബന്ധിക്കുന്ന ആളും
അതിന് വരുന്ന തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരുന്ന ഒരാളുമാണത്. അപ്പോൾ ഒരു MLA എന്നുള്ള രീതിയിൽ നാടിൻ്റെ വികസനം, രാഷ്ട്രീയ എതിരാളി എന്നതിനേക്കാളുപരി നാടിൻ്റെ വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഉപദ്രവിക്കാൻ എങ്ങനെ സാധിക്കുമോ അതിനു വേണ്ടിയിട്ട് ഒരു റോഡ് ടാർ ചെയ്യാതിരിക്കാനോ ആ നാട് നശിപ്പിക്കാനോ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ തടസ്സപ്പെടുത്താനോ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണത്. അപ്പം നാടിൻ്റെ വികസനമോ ജനങ്ങളുടെ ക്ഷേമമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, നാടിനെ നശിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മുഖം പോലും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. പല വികസന കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് 2020 വന്നു, പക്ഷെ പലതും നടപ്പിലാക്കിയിട്ടില്ല, ഭൂരിഭാഗവും നടപ്പിലാക്കിയിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇവരൊക്കെ ജനിച്ച് അന്ന് മുതൽ ഈ നാടിനെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നവരാ. അവരങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ? ഇതിൻ്റെ ആൻസർ എന്താണെന്നറിയോ? ഇലക്ഷനല്ലേ വരുന്നത്, 2 മാസം വെയിറ്റ് ചെയ്യേ. ഈ പറയുന്ന വികസനങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഞങ്ങൾ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പറയട്ടെ. അല്ലാതെ എന്നെ കാണാൻ പാടില്ലാത്ത, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ ഇത് പറയേണ്ടത് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത്? ഇവിടുത്തെ ജനങ്ങൾ പറയട്ടെ. അത് ജനാധിപത്യ രീതിയിൽ ഇവർക്ക് ധൈര്യമുണ്ടോ ഈ കാര്യത്തിൽ? ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇവരെന്താ ചെയ്യാൻ വേണം? ബൂത്തുകൾ പിടിക്കും, ആളുകളെ അടിക്കും, ഭീഷണിപ്പെടുത്തും, അപഹരണം നിർത്തും, ഇതേ ചിഹ്നം കൊണ്ടുവരും. ഇവർ ഈ തട്ടിപ്പും വെട്ടിപ്പിൽ കൂടി അധികാരത്തിൽ വരുന്നവരാ. സുതാര്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണേ. ഞങ്ങൾ ഈ പറയുന്ന മത്സരിക്കുന്ന സീറ്റുകളെല്ലാം തൂത്തുവാരെന്ന് കാണിച്ചു കൊടുക്കാം. അതല്ലേ അംഗീകാരം? ഒന്ന് ചോദിച്ചോട്ടെ, ഇതിലെ CPM-ആയിട്ട് ഒരു കാലത്ത് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് നേതൃത്വവുമായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ടെല്ലാം തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് അതിവേഗത്തിലാണ് ഈ ബന്ധം വഷളാവുന്നത്. അതിൽ എങ്ങനെയാണ് ഈ പാർട്ടിയുമായിട്ട് ഇത്ര പെട്ടെന്ന് അകലുകയും ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പിണറായി ഭരണത്തിലേറുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, ഞാൻ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കണ്ടിരിക്കുന്ന ഒരാളെന്ന വ്യക്തിയിൽ അദ്ദേഹത്തിൽ ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ നാടിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല, അത് അദ്ദേഹത്തിൽ കൂടി ചെയ്യാമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയതും വർക്ക് ചെയ്തതും. ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ 5 വർഷം നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അതല്ല എന്ന് പുള്ളി ഒരിക്കലും പറയില്ല, പറയാൻ സാധിക്കില്ല. 80% കാര്യങ്ങളും എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നയം അല്ലെങ്കിൽ അവരുടെ പോക്ക് അല്ലെങ്കിൽ ഈ നാടിനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള സാഹചര്യം വന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആളിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു പിണറായിയായി മാറി എന്നുള്ളതാണത്. അപ്പോൾ ആശയത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവർത്തനത്തിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാറി. കാരണം ഒരു രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവർ മാറിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യം അതല്ല, അതിന് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ആണ് പയ്യെ അതിൽ നിന്ന് മാറിയത്. ഇനിയിപ്പോൾ ഇവിടെ വ്യവസായി എന്ന നിലയിൽ ചോദിക്കണം, കൂടുതലായി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരിടത്ത് നിന്ന് വീണ്ടും പറിച്ചു നടപ്പെടുകയാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും ഇനി വീട്ടിലും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം മോശമാകുന്നതല്ലാതെ അതൊരിക്കലും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. PR ഏജൻസിയെ മറ്റും വെച്ച് ഇവർ ഒരുപാട് കൊട്ടിഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് പരസ്യം കൊടുത്ത് വ്യവസായ സൗഹൃദമാണെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഏതെങ്കിലും വ്യവസായികളായിട്ട്, എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ വിരോധം കൊണ്ട് പറയണമെന്ന് പറയും, ഏതെങ്കിലും വ്യവസായികളായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് മൈക്കൊന്നുമില്ലാതെ സംസാരിക്കണം. അപ്പോൾ ഇവരൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇവരുടെയൊക്കെ ഔദാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ പുകഴ്ത്തുന്നവരാ പലരും. പല ആളുകളും വേദികളിൽ വരുമ്പോൾ ഇപ്പോൾ വ്യവസായ മന്ത്രിയെ സ്റ്റേജിലിരുത്തി ഏതെങ്കിലും വ്യവസായിക്ക് മോശമായിട്ട് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഥ തീർക്കില്ലേ അവർ?
അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആരെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അങ്ങനെ യാഥാർത്ഥ്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു രക്തസാക്ഷിയായി ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് ഒരുപാട് നിയമങ്ങളിലും അവരോടുള്ള പെരുമാറ്റങ്ങളിലും ഒട്ടനവധി വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ 10,000 രൂപ മുതൽ മുടക്കുന്ന ചെറിയ വ്യവസായികളുണ്ട്. അവനെയൊക്കെ കഴുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തി ഇവർ പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാ. ആ സാഹചര്യം മാറി. ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം കുറെ കുറഞ്ഞു. അപ്പോൾ ഞാൻ രക്തസാക്ഷിയായെങ്കിലും ആ ഒരു വിപ്ലവം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. അതൊരു ചർച്ചാ വിഷയമായി, ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായി. അപ്പോൾ അതിന് കുറേയൊക്കെ മാറ്റം വന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴുള്ള ചെറുകിട വ്യവസായികൾക്കും മറ്റു വ്യവസായികൾക്കും കുറച്ച് ഗുണമുണ്ടായി. ഒന്നുകൂടി CSR ഫണ്ട് ഉപയോഗിക്കുന്നൊരു അതിനുവേണ്ടി മാത്രമാണ് കിറ്റക്സിന്റെ നേതൃത്വത്തിൽ 2020 തുടങ്ങിയത് എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ 2012 2020 കിഴക്കമ്പലം അസോസിയേഷൻ, അത് ഈ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ CSR പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണത്. 2012 ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 100% ഈ CSR ഫണ്ട് അന്ന് നിലവിൽ വന്നിട്ടില്ല. 2014 അത് ബില്ല് വന്നത്. പക്ഷെ ഞങ്ങൾ തുടങ്ങിയത് ഈ നാടിനെ അല്ലെങ്കിൽ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണത്. 2014 അത് ആ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ആ ഫണ്ടുകൾ അതിൽ കൂടി വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണത്. പക്ഷെ അതുവരെ വിനിയോഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്വന്തം പണമാണത്. ഇപ്പൊ 2014 ശേഷവും ഞങ്ങൾ CSR എന്ന് പറയുന്ന 2% ആ ഒരു നിയമ ഇതിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. 7%, 8% ഞങ്ങൾ മുടക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വരുമാനം മുഴുവനായിട്ട് അതിൽ മുടക്കുന്നുണ്ട്. അത് 10, 16, 20 കോടികൾ വരെ എൻ്റെ വ്യക്തിപരമായിട്ട്, ഞാൻ CSR ആക്ടിൽ വരുന്നതല്ല, അത് മുടക്കുന്നുണ്ട്. അപ്പം ഇവിടെ CSR എന്നതിനേക്കാൾ ഉപരി ഈ നാട്ടിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, നാട് വികസിക്കണം, ജനങ്ങൾ പട്ടിണി കിടക്കരുത് എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതൊക്കെയാണ് അന്ന് അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2015 മത്സരിക്കുമ്പോൾ ഇത് നിയമവിരുദ്ധമായിട്ട് ഞങ്ങളുടെ മാലിന്യങ്ങൾ തള്ളാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികാരം പിടിച്ചെടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു ഉപകാരം എനിക്ക് ശ്രീനിധിനെ കൊണ്ടുണ്ടായത്. ഈ പറയുന്ന റെയ്ഡുകളൊക്കെ നടത്തി അദ്ദേഹം തന്നെ തെളിയിച്ചു ഇവിടെ ഒരു നിയമലംഘനവും ഇല്ല എന്നുള്ളത്. അത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഇനിയിപ്പോൾ കിഴക്കമ്പലം വിട്ടിട്ട് മറ്റു പഞ്ചായത്തുകൾ ഞങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നുണ്ടത്. ഈ പഞ്ചായത്തുകളൊന്നും ഞങ്ങളുടെ ഒരു സ്ഥാപനവുമില്ല, 1 ഇഞ്ച് സ്ഥലവുമില്ല. അപ്പോൾ ആ ഒരു അവരുടെ പറയുന്ന ഇതിനു വേണ്ടിയാണ് എന്നുള്ള ഇത് പൊട്ടി. പിന്നെ ഒരു കമ്പനിക്ക്, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, എത്ര രൂപയാണ് ഇതിനകത്ത് കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ പണം ഒരിക്കലും പഞ്ചായത്തിട്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഭരിക്കുന്ന 4 പഞ്ചായത്തുകൾ, ഇപ്പം 60 പഞ്ചായത്തുകൾ മത്സരിക്കുന്നു, കോർപ്പറേഷനിൽ മത്സരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു വ്യവസായിക്ക് CSR കൊണ്ട് ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്നു? അപ്പം ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. ഇത് ഒരു CSRും വേണ്ട പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനും. അഴിമതി തടഞ്ഞാലുണ്ടല്ലോ, ഒരു പൈസയും ആരുടെയും ഇല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള വികസനം നടപ്പിലാക്കി ഒരു പഞ്ചായത്തിൽ 3 കോടി രൂപയെങ്കിലും ഒരു വർഷം മിച്ചം വയ്ക്കാൻ സാധിക്കും നമുക്ക്. അഴിമതി തടഞ്ഞാൽ മതി. ഒരു CSRും വേണ്ട, ആരുടെ സഹായവും വേണ്ട. പിന്നെ എന്തിനാ ഞാൻ CSR കൊണ്ടുവരുന്നത്? ആ മറയിലാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും 2020 കിഴക്കമ്പലത്ത് ഒരു ആശയമായി തുടങ്ങിയ 2020 ഇപ്പോൾ 60 പഞ്ചായത്തുകളിലേക്ക്, മുനിസിപ്പാലിറ്റികളിലേക്ക്, കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അടക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൊടിയടയാളങ്ങൾ നാട്ടാൻ ശ്രമിക്കുകയാണ്. ശ്രീ സാബു ജേക്കബാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമെല്ലാം തന്നെ വിശദമാക്കിയത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി.